യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഈ മണിക്കൂറിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചുമാണ്. ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അതെന്താണെന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ഈ വിശുദ്ധ ബൈബിളിലെ എല്ലാ വാക്കുകളും എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമുക്ക് തെറ്റുപറ്റുന്നതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം അറിയില്ല, ദൈവത്തിൻ്റെ ശക്തി നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, കുറവുകൾ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അറിയുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം വലിയ ഒരു ശക്തിയായിട്ട് മാറുക. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം സൃഷ്ടി നടത്തും. ഒരുപക്ഷെ മനുഷ്യൻ്റെ വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ദൈവം പറഞ്ഞു ആകാശം ഉണ്ടാവട്ടെ, ഭൂമി ഉണ്ടാവട്ടെ, ജീവജാലങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാം ഉണ്ടായി. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം സൃഷ്ടി നടത്തുന്നു. സങ്കീർത്തനം 33:6 കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. ഉണ്ടോ? കർത്താവിൻ്റെ കൽപ്പനയാൽ ആകാശം സൃഷ്ടിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങൾ, ഈ സൗരയൂഥം, ഈ ഗാലക്സി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം കർത്താവിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, ഒരു വ്യത്യാസമില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയാ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 33:9 അവിടുന്ന് അരുളി ചെയ്തു, ലോകം ഉണ്ടായി, അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. ദൈവം അരുളി ചെയ്തു, ലോകം ഉണ്ടായി, അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. ദൈവം പറഞ്ഞു, എല്ലാം ഉണ്ടായി. ദൈവം തീരുമാനിച്ചു,
എല്ലാം സുസ്ഥാപിതമായി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42:15 ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കരമെത്തി പിടിച്ച് പറഞ്ഞേ, കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് വചനം വഴിയാണ്. കർത്താവ് തന്റെ വചനം അയച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകത്തില് 43 26 വചനം, സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. ദൈവം പ്രവൃത്തി ചെയ്യുന്നത് തന്റെ വചനം അയച്ചുകൊണ്ടാണ്. സങ്കീർത്തനം 107:20 അവിടുന്ന് വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കരമെത്തി പിടിച്ചെന്ന് പറഞ്ഞേ, അവിടുന്ന് വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു, അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 147:15 കരമെത്തി പിടിക്കാവോ? അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. 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 അവിടുന്ന് വചനം അയച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മേലുള്ള വിനാശം, തകർച്ചകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ എന്തുമാവട്ടെ, വിനാശത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുകയാണ്. വചനം അയച്ചുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവൃത്തികൾ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14, 15, 16, 17 വചനങ്ങൾ. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന കണ്ടു. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിട്ട് കിടക്കുക. പത്രോസ് അപ്പോസ്തലൻ വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. ഉണ്ടോ? അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. യേശു പത്രോസിന്റെ അമ്മായിയമ്മയൊന്ന് സ്പർശിച്ചു, തൊട്ടു, പനി അപ്പോൾ തന്നെ അവളെ വിട്ടുമാറി. യേശു പ്രാർത്ഥിച്ചോ? പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. യേശു ഒന്ന് തൊട്ടു, പനി അവളെ വിട്ടുമാറി. ഹല്ലേലൂയാ. അടുത്ത വചനം പറയുന്നു, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. സായാഹ്നമായപ്പോൾ പിശാചു ബാധിച്ച അനേകരെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ എന്താ ചെയ്തത്? അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. എന്ന് പറഞ്ഞേ, അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 36-ാമത്തെ വചനം. എന്തൊരു വചനമാണിത്! യേശുവിന്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു വചനമാണിത്! എന്തൊരു വചനമാണിത്! ഈ വചനം പറയുമ്പോൾ എന്തൊരു അധികാരമാ! ഈ വചനം പറയുമ്പോൾ എന്തൊരു ശക്തിയാ! അവിടെ നമ്മൾ കാണുന്നു ലൂക്കാ 4:32. അവന്റെ പ്രബോധനത്തിൽ, അവൻ സിനഗോഗിൽ പഠിപ്പിക്കുക, അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവന്റെ വചനം. അധികാരത്തോട് കൂടിയതായിരുന്നു യേശുവിന്റെ വചനം. ആ വചനത്തിന്റെ ഉള്ളിൽ അധികാരമുണ്ട്.
അധികാരത്തിൻ്റെ ഒരു ശക്തിയിലാണ് യേശു വചനം പങ്കുവെച്ചത്. 36-ാം വചനത്തിൽ കാണുന്നു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു. എന്തൊരു വചനമാണിത്! കാരണം അവന്റെ വചനത്തിൽ അധികാരമുണ്ട്. അധികാരത്തോടെ ശക്തിയോടെയാണ് യേശു വചനം പ്രസംഗിച്ചത്. അധികാരത്തോടെയും ശക്തിയോടെയുമുള്ള വചന പ്രഘോഷണമാണ് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതാണ് വേണ്ടത്, അധികാരത്തോടെ ശക്തിയോടെയുള്ള വചന പ്രഘോഷണം. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-2 വചനം പറയുന്നു, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. ഹല്ലേലൂയാ. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. നമ്മൾ മുമ്പേ കേട്ട വചനത്തിൽ എന്താ പറഞ്ഞത്? യേശുവിന്റെ വചനം അധികാരത്തോടെ ശക്തിയോടെ ഉള്ള വചനമായിരുന്നു. എന്തൊരു വചനമാണിത്! കാരണം അവന്റെ വചനത്തിന്റെ ഉള്ളിൽ അധികാരമുണ്ടായിരുന്നു. അവന്റെ വചനത്തിന്റെ ഉള്ളിൽ ജീവനുണ്ടായിരുന്നു. അവന്റെ വചനത്തിന്റെ ഉള്ളിൽ ശക്തി ഉണ്ടായിരുന്നു. അവന്റെ വചനത്തിന്റെ ഉള്ളിൽ അധികാരമുണ്ടായിരുന്നു. യോഹന്നാൻ 6:63 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയാ. എൻ്റെ വചനം ആത്മാവും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. കരമുയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച കർത്താവായ യേശുവേ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികളെ ബന്ധിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ രോഗികളെ സൗഖ്യമാക്കണമേ. മാനസാന്തരം നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജ്ഞാനം 16:26, കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി. ഇവിടെ പറയാണ്, കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വചനമാണ് ഞങ്ങളെ പോറ്റുന്നത്. അങ്ങയുടെ വചനമാണ് എല്ലാം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന വചനം, ആ ഓരോ വാക്കുകളുമാണ് പ്രവൃത്തി ചെയ്യുന്നത്. ആ വചനങ്ങളാണ് രോഗശാന്തി നൽകുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്, പിശാചിനെ ബന്ധിക്കുന്നത്, തിന്മയുടെ കെട്ടടിക്കുന്നത്, വിനാശത്തെ വിടുവിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നത്, എല്ലാം ദൈവത്തിൻ്റെ വചനമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തിയും മറഞ്ഞിരിക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരം ഉയർത്തി അടിക്കാമോ? ശക്തിയോടെ കരമടിച്ച് ഉണർവോടെ വിളിക്കാമോ? യേശുവേ, യേശുവേ. സർവശക്തിയോടെ വിളിച്ചേ, ഉയർത്തെഴുന്നേറ്റ നാമത്തെ വിളിച്ചേ, വചനമാവുന്ന യേശുവിനെ വിളിച്ചേ. യേശുവേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സൃഷ്ടി നടത്തും, ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി ചെയ്യും, ദൈവത്തിൻ്റെ വചനം സൗഖ്യം നൽകും, ദൈവത്തിൻ്റെ വചനം വിനാശത്തെ വിടുവിക്കും. ദൈവത്തിൻ്റെ വചനമാണ് പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 10-11 തിരുവചനങ്ങൾ. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അതായത് ആകാശത്തുനിന്ന് വരുന്ന മഞ്ഞ മഴ അത് ഭൂമിയിൽ വീണു, അത് ഫലവൃക്ഷങ്ങളെയൊക്കെ തണുപ്പിച്ച് നനച്ച് അത്
ഫലങ്ങൾ കായ്ച്ചു അത് മനുഷ്യന് ഉപകാരമായിട്ട് മാറുന്നു. 11-ാം വചനം പറയുക, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എൻ്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന വാക്ക്, ദൈവത്തിൻ്റെ അധരത്തിലൂടെ പുറപ്പെട്ട വാക്ക്, ദൈവത്തിൻ്റെ വചനം, ആ വചനം ഫലരഹിതമായിട്ട് തിരിച്ചു വരില്ല. ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി ചെയ്യും, അത് ഫലരഹിതമായിട്ട് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ദൈവത്തിൻ്റെ വചനം ഏതു ലക്ഷ്യത്തോടെ ദൈവം പറഞ്ഞോ അതുപോലെ തന്നെ ആ വചനം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വചനം നിറവേറ്റും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കോട്ടയം കളത്തിപ്പടി ക്രിസ്റ്റി നമ്മുടെ ധ്യാനം നടക്കുക. അപ്പം നമ്മുടെ ടീമിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ലില്ലിയാൻ. കൗൺസിലിംഗ് ശുശ്രൂഷ മറ്റെല്ലാത്തിനുള്ളതാണ്. നല്ല ഒരു പ്രാർത്ഥിക്കുന്ന സിസ്റ്ററാണ്. ഒരു 7 സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം സിസ്റ്റർ വലിയ സന്തോഷത്തോടെ ഒരു കാര്യം പറയുകയാണ്. സിസ്റ്ററിൻ്റെ റിലേറ്റീവ് UK ഞാൻ 2 വർഷം മുമ്പ് UK ധ്യാനം നിർത്തുമ്പോൾ UK റോത്തർഹാം എന്ന സ്ഥലത്ത് എന്നെ ധ്യാനത്തിൽ കൂടിയതാണ്. ഒരു ജോബിയും ജെയിനിയും. അവർക്ക് 4 പെൺകുഞ്ഞുങ്ങൾ. വലിയ സങ്കടത്തിലാണ്. പെൺകുഞ്ഞിനെ കിട്ടിയ ഓർത്തല്ല, 4 പെണ്ണായി പോയല്ലോ, ഒരാനെ കിട്ടിയില്ലെന്നുള്ള വലിയ സങ്കടം. അപ്പം അവിടെ ധ്യാനം നടക്കുമ്പോൾ ഇവർ ആ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് എൻ്റെ അടുക്ക് വന്നു. ധ്യാനം കൂടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ചൊരു ആൺകുഞ്ഞിനെ കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർക്കൊരു വചനം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കുക, ഈ വചനം കാണാതെ പഠിക്കുക. ഒരു ദിവസം 25-50 തവണ ഈ വചനം പറഞ്ഞിട്ട് വിശ്വസിച്ച് നന്ദി പറഞ്ഞു. ഒരാൺകുഞ്ഞിനെ കിട്ടും, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം ഒരു അത്ഭുതം ചെയ്യാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത വചനം പറയാം. ജെറമിയ 35:19. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, റക്കാബിന്റെ മകൻ യോനാദാബിന് ആൺ സന്തതികൾ അറ്റുപോവുകയില്ല. അതാ വചനം. റക്കാബിന്റെ മകൻ യോനാദാബിന് ആൺ സന്തതികൾ അറ്റുപോവുകയില്ല. അവരാ വചനം കാണാപ്പാടം പഠിച്ചു. ഒരു ദിവസം 25-50 വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5-ാമത് ജെയിനി ഗർഭം ധരിച്ചു. പ്രസവിച്ചപ്പോഴത്തെ മിടുക്കൻ ഒരാൺകുട്ടി. കൈയടിച്ചു കർത്താവിനെ മുഖത്തെപ്പെടുത്തിക്ക്. വചനമാണ് പ്രവൃത്തി ചെയ്യുന്നത്, വചനമാണ് അത്ഭുതം ചെയ്യുന്നത്. ഇത് ഒരു സംഭവമല്ല, ഇത് കഴിഞ്ഞ ആഴ്ച അറിയുന്ന സംഭവം. എന്നിട്ട് അവർ എന്നോട് ഫോണിൽ സംസാരിച്ചു. അവർ പറഞ്ഞു, ബ്രദറെ അടുത്ത തവണ ലീവിന് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വന്ന് കുഞ്ഞിനായിട്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം അയർലൻഡ് ജോലി ചെയ്യുന്നു. തൊടുപുഴ സ്വദേശിയാണ് കേട്ടോ ആള്. ആ മകന് 3 പെൺമക്കള്. അവിടെ ധ്യാനത്തിന് 2-3 വർഷം മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ എന്നെ എടുക്കാൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ 3 പെൺകുഞ്ഞുങ്ങളാണ്, ഒരു ആൺകുഞ്ഞിനെ ആഗ്രഹമുണ്ട്. ഞാൻ ഇതേ വചനം കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വചനം പഠിക്കുക, എല്ലാ ദിവസവും ഈ വചനം 25 തവണ 50 തവണ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ആൺകുഞ്ഞിനെ കേട്ടു, വിശ്വസിച്ച് നന്ദി പറഞ്ഞോളാൻ പറഞ്ഞു. 2 പേർക്കൊണ്ട് പ്രാർത്ഥിച്ചു. അധികം താമസിച്ചില്ല. എൻ്റെ ഭാര്യ സിൽജു എന്ന് പറഞ്ഞ പേര്, സിൽജുവിൻ്റെ ഭാര്യ ഗർഭിണിയായി. പ്രസവിച്ചപ്പോഴത്തെ മിടുക്കൻ ഒരാൺകുട്ടി, അവൻ്റെ പേര് ജോഷുവ. ഹല്ലേലൂയ. കൈയടിച്ച് കഥാവിനെ മുഖത്തെപ്പെടുത്തി. ഹല്ലേലൂയ. കരമുയർത്തി അടിക്കാമോ ശക്തിയോടെ. പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 പെണ്ണ് 3 പെണ്ണ് 4 പെണ്ണായി കഴിയുമ്പോൾ പ്രസവം നിർത്തിയവര് എല്ലാം അവസാനിപ്പിച്ച മണ്ടത്തരം കാണിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്. ആണ് വേണേ ആണ്, പെണ്ണ് വേണേ പെണ്ണ് തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആൺകുഞ്ഞിനെ വേണോ ആൺകുഞ്ഞിനെ തരും, പെൺകുഞ്ഞിനെ വേണോ പെൺകുഞ്ഞിനെ തരുന്ന ഒരു ദൈവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവൻ ചോദിക്കുന്നത് തരും. ആരും സംശയിക്കണ്ട, ഉറപ്പാണ്. കാരണം അവന്റെ വചനമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം മാംസം ധരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അനുഭവമുണ്ട് പറയാൻ, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ഒരനുഭവം 1-2 അനുഭവങ്ങൾ പറയുന്നു. ഒന്ന്, ഒരു മകന് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. നമുക്കിന് ഒരു 45-44 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട്.
6 വർഷമായിട്ട് 5 വർഷം കഴിഞ്ഞ് 6 വർഷമായിട്ട് ഈ വസ്തുവിൻ്റെ വിൽപ്പന നടക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ 2 വചനം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ ജെയിനി എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഈ അവർക്ക് വീടില്ലായിരുന്നു. ഞാനൊരു ഈ വചനം പറഞ്ഞു കൊടുത്തിരുന്നു. അവർ കഴിഞ്ഞ ദിവസം പറയണ അവർ ഈ കുഞ്ഞുണ്ടായി. അത് കഴിഞ്ഞ് അവർ UK ഒരു വീടും കിട്ടി. അപ്പോൾ വീട് വാങ്ങാൻ വചനം, വീട് വിൽക്കാൻ വചനം, സ്ഥലം വാങ്ങാൻ വചനം, സ്ഥലം വിൽക്കാൻ വചനം. ഹല്ലേലൂയ. എല്ലാറ്റിനും വചനം. നമുക്ക് എന്താ ആവശ്യമുണ്ടോ അതിനൊക്കെ വചനം വിശുദ്ധ ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ പറയുകയാണ്, ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ വചനം ചെയ്യേണ്ട കാര്യം ഇതാണ്. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു വചനം ഒരാൾ വായിക്കുന്നു, ഈ പറഞ്ഞ വചനം ഒരാൾ വായിക്കുന്നു, ബാക്കി എല്ലാവരുടെ എത്തും. അപ്പോൾ ഒരു 10 തവണ വചനം പറയുക. അങ്ങനെ ഈ 2 വചനങ്ങളും മുടങ്ങാതെ വീട്ടിൽ അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ചേട്ടൻ്റെ 44 സെൻറ്റ് സ്ഥലം ഒരു 30 ദിവസം കച്ചവടം നടക്കും പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ അത്രയും പറഞ്ഞ് വചനവും കുറിച്ചു കൊടുത്തു. വചനം ഇതാണ്, ജെറമിയ 32:15. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്തു. ഇത് പറഞ്ഞത് സാബു ആർതൊട്ടിയല്ല, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം, വാങ്ങല കൊടുക്കൽ നടക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം ജെറമിയ 32:44. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവര് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് ഭൂമി ഉണ്ടാകും, നിങ്ങൾക്ക് വീടുണ്ടാകും, നിങ്ങൾക്കെല്ലാം ദൈവം തരും. ഈ ഒറ്റ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ. വചനം ഇതാണ്, അവർ ബെഞ്ചമിൻ ദേശത്തും ജെറൂസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേവിലുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഉണ്ടോ? സ്ഥലങ്ങൾ വാങ്ങി ആധാരമെഴുതി മുദ്രവെക്കുമെന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ഇത് പറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാ. ഇത് ദൈവത്തിന്റെ വാക്കാ, ദൈവത്തിന്റെ വചനമാ. 1 സെന്റ് ഭൂമി പോലും ഇല്ല, ഒരു വീടിന് വസ്തുവില്ലാത്തവരൊക്കെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്ക്. നീ സംശയിക്കണ്ട, നിനക്ക് വീടിനുള്ള വസ്തു ദൈവം തന്നിരിക്കും. പ്രാർത്ഥിച്ചോ, നിനക്ക് വീട് ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് സൃഷ്ടി നടത്തുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവും ജീവനും ശക്തിയും അധികാരമെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയുക. 2 കരമീത്തി പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. അല്പം കൂടെ സ്വരമുയർത്തി വലിയ വിശ്വാസത്തോടെ വിളിച്ചേ. യേശുവേ, വചനത്തിന് ശക്തി തരാൻ ആഗ്രഹിച്ച് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായിരുന്നു സാക്ഷ്യം എന്ന് പറയാമോ? കഴിഞ്ഞ ജൂലൈയിൽ മാസം കോട്ടയത്ത് കിടന്ന ധ്യാനത്തിന് ശേഷം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സങ്കടം നിർദ്ദേശിച്ചു. എൻ്റെ വൈഫിൻ്റെ ഹൗസിലും 4 പെമ്മക്കളാണ്, എൻ്റെ വീട്ടിലും 4 പെമ്മക്കളാണ്, ഒരു ആൺകൊച്ച് വൈഫുണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനൊരു വചനം പറയാം, അത് നീ പ്രാർത്ഥിക്കുക എന്നും വൈഫും നീയും, നിനക്ക് തീർച്ചയായിട്ടും ഒരു ആൺകൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് വിശ്വസിച്ച് ഞാൻ ഇവളോട് വന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആ വചനം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ കാരണം. തുടർച്ചയായി പെൺമക്കളുണ്ടായിട്ട് പിന്നെ ഉണ്ടായപ്പം ജെറമിയ 35:19 ആൺകുഞ്ഞിനെ കിട്ടി. ഇവരുടെ 2 പേരുടെയും കുടുംബങ്ങളിൽ പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ജെറമിയ 35:19 വെച്ച്, മോൻ്റെ പേരെന്താ? സിബിൻ, നിനു. ഇവര് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇത് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ഇവന്റെ പേരെന്നാ? ജോർജ് മാനുവൽ. ഹല്ലേലൂയ. നോക്കൂ, ഇവരുടെ 2 കുടുംബത്തിലും പെൺകുഞ്ഞുങ്ങളെ ഉള്ളൂ. ദൈവത്തിന്റെ വചനം വെച്ച് പ്രാർത്ഥിച്ചു, ഒരാൺകുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. സങ്കീർത്തനം 107:20 ഇങ്ങനെ പറയുന്നു, അവിടുന്ന് വചനമയച്ചുകൊണ്ട് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവം വചനമയച്ചുകൊണ്ട് ആ സൗഖ്യം നൽകുന്നത്, അത്ഭുതം ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി സകല അനുഗ്രഹ തടസ്സങ്ങൾ തകർത്ത് ഇവർക്കൊരു ആൺകുഞ്ഞിനെ കൊടുത്തത്
ആ വചനം ജെറമിയ 35:19. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ വായിക്കുന്നു മർക്കോസ് 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ വചനം അറിയത്തില്ല, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.